അപ്പൊ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ മുല്ല റോസിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇതൊരാൾക്കുള്ള ഗിഫ്റ്റ് ആണ് കഴിച്ചത്. ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ടാക്കണം. അറിയാം ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടാവുന്നു. നോക്കിയാ കണ്ണും കേട്ടോ. കുട്ടികൾക്ക് കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. കൊണ്ടുകൊടുക്കാം. അടുത്ത പ്രാവശ്യം ഗിഫ്റ്റുകൾ വാങ്ങിച്ചാ എന്റെ കുട്ടിക്ക് സന്തോഷമായിട്ട്. നിങ്ങൾ ഇവിടെ ഇങ്ങനെ കളിച്ചിരിക്കാനോ? ഇന്നെന്താ വിശേഷം? മുല്ല റോസിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. നല്ല ഫോണും കണ്ടിരിക്കാണ് രണ്ടും. സാധനം വെച്ചു കേട്ടോ. അങ്ങനെ കൊടുത്താലും മതി. കുഞ്ഞോള് സേഫ് ആണ്. കുഞ്ഞോള് ഒന്നെടുത്ത് സാധനങ്ങളൊക്കെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഓളൊരു പെട്ടിയല്ലേ. ഇവിടെ ഒരു ഗിഫ്റ്റ് പോലുണ്ടോ? രണ്ടെണ്ണം വേണം. കുട്ടികൾക്കുള്ള ഗിഫ്റ്റുകൾ വേറെ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ യുദ്ധം നടക്കും. ആ ഹെയർ ബാൻഡ് അതോ ഇതൊരാൾക്കുള്ള ഗിഫ്റ്റ് ആണ് കഴിച്ചത്. ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ടാക്കണം. അതാണ് ടാസ്ക്. എങ്ങനെ വെച്ചു അറിയില്ല. അവിടെ കുപ്പിച്ച് വെച്ചാണ്. വേഗം അടുത്ത കൂടി തുടങ്ങിക്കോ. പിള്ളേരൊക്കെ പോരും. വന്ന ആദ്യ റൂമിക്കൊക്കെയാണ് വരും. ഇവിടെ എന്തോ നടക്കണ്ടെന്ന് ഓൽക്കറിയാം. റൂമിൽ പ്രൊഫഷണൽ അത്യാധുനികമായി നീ കട്ട് ചെയ്യാൻ കിട്ടുന്നൊക്കെ കാണിക്കോ. കിട്ടുന്ന പെണ്ണുകൾ നമ്മുടെ കിട്ടുന്നുണ്ട് കേട്ടോ. പാർട്ണർഷിപ്പിൽ പരിപാടി ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഞാൻ കണ്ടു. ഇടയ്ക്ക് ഒന്ന് കണ്ടു കൊടുക്കും. ഞാൻ എണീറ്റിരിക്കും. ടീമാണെന്ന് പറഞ്ഞല്ലോ. വില്ലേജ് ടീമിനോട് കളിക്കാന്ന് പറഞ്ഞിരുന്നു. നിങ്ങളാണ് സമ്മതിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴാണ് ടീമാണ് കളിക്കാത്തൊരു ടീമാണ്. ജയിക്കാൻ അറിയണ്ടേ. അവിടെ പോയി ഷൈൻ ചെയ്ത് തുളയ്ക്കോ. ഒരു ടാപ്പ് അറിയാം ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടാവുന്നു. അതിന് ബലൂണൊക്കെ ഉണ്ടാവുന്ന എനിക്കറിയാം. ഗിഫ്റ്റ് മാത്രം നമുക്ക് നോക്കിയാ കണ്ണും കേട്ടോ. ഹലോ ചാടി ഓടി വരുന്ന വഴിക്ക് വേണ്ട. പതുക്കെ വന്നാ മതി. പിള്ളേര് വന്നിട്ടുണ്ട്. ബർത്ത്ഡേ ഗേൾസ് വന്നിട്ടുണ്ട്. അതൊക്കെ കണ്ടാ മതി. ആഘോഷിക്കുന്നേ ചേട്ടാപ്പത്തിന് വേഗം കുളിച്ച് റെഡിയാക്കോ. ഉണ്ടാവും. ഇനി ആ പുറത്ത് ഒട്ടും ലൈറ്റ് ഇല്ലെങ്കിൽ എങ്ങനെയാണെന്ന് അറിയില്ല. തിങ്കളാഴ്ച കാലം കഴിക്കണ്ട. സെറ്റാവും. ഈ അടങ്ങി നിന്നാലും തിങ്കളാഴ്ച സെറ്റാവും. ഡോക്ടർ കാലമത്ത് അയച്ചുതരും. കേക്ക് തന്നിട്ടാണ് ഗൈസ് കുട്ടിന്റെ ഡാഡി കൊടുത്തിട്ടുള്ളത്. അതെ അടിപൊളി. അതെ ഗൈസ് ഞാൻ മുല്ല റോസിന്റെ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ. എങ്ങനെയുണ്ട്?
സൂപ്പറായോ? അന്ന് വേഗം കുറച്ച് ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ ഇപ്പൊ എല്ലാരും വന്ന് അലമ്പാക്കും. ഇവിടെ കണ്ണാടി ഉണ്ടോ എന്നാ പറഞ്ഞ നമ്പർ ഇങ്ങനെ ഇതാ അല്ലാണ്ട് ഒരു കറക്റ്റ് നടുവിലിരിക്കും. മുഖത്ത് വെച്ച രസം രണ്ടു തരത്തിൽ എടുത്തുതരാം. വന്നേ നടുവിലിരുന്ന കറക്റ്റ് നടു. നമ്മളുടെ ഡാമേജ് ആയ കേക്ക് ഒക്കെ ഇതാ പിന്നെ കുട്ടപ്പനാക്കി കൊടുക്കുന്നു കേട്ടാ. ഇത് ആരപ്പ ഇങ്ങനെ അടിപൊളിയാക്കി? സൂപ്പർ ആയിട്ടോ. അതെ, വണ്ടി ചെറുതായിട്ടൊന്ന് കുഴിയിൽ വീണു, അപ്പൊ കേക്ക് ചെറുതായിട്ടൊന്നും ഡാമേജ് ആയത് സെറ്റായി. ഈ സാധനം ഡബിൾ സ്റ്റിക്കർ ആയിരുന്നു. അല്ലാതെ എന്റെ ഇതിപ്പോ കൊഴപ്പല്ല, സംഗതി കാണാൻ അടിപൊളിയായിക്കോളും. കഴിക്കാനുള്ള മൂഡിലാണ് ചേർത്തത്. ഫോട്ടോ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ മുല്ല റോസിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം അവരും ഇസും തമ്മിൽ 4 മാസത്തെ വ്യത്യാസമുള്ളൂ. ഇസുട്ടൻ February 5 ആണ്, ഇവര് March, April, May, June കഴിഞ്ഞ് July 4 ആണ്. അപ്പം ഇസുട്ടൻക്ക് ഓൾറെഡി 9 വയസ്സായി, മുല്ല റോസിന് ഇന്ന് 9 വയസ്സാവാൻ പോവാണ്. മുല്ല റോസിനെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇക്കാന്റെ അനിയന്റെ മക്കളാണ് കേട്ടോ, ട്വിൻസ് ആണ് അവര്. ഒരാള് ജബ സെഹ്റ, അതാണ് മുല്ല, പിന്നെ ഒരാള് സോയ സെഹ്റ, അതാണ് റോസ്. പെട്ടെന്ന് കാണുന്നവർക്ക് ഒരു ഭയങ്കര സിമിലർ ആയിട്ട് തോന്നി. ഇവരെങ്ങനെ നിങ്ങൾക്ക് വേർതിരിച്ച് മനസ്സിലാവണം എന്നൊക്കെ എല്ലാവരും ചോദിക്കും. പക്ഷെ നമുക്ക് ക്ലോസ് ആയിട്ട് അറിയുന്നവർക്ക് അറിയാം, അവർക്ക് രണ്ടുപേർക്കും ചെറിയ മുഖച്ചായല് ഡിഫറൻസ് ഉണ്ട്. ആദ്യമാണെങ്കിൽ അവരുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നുണ്ട്. ഇപ്പൊ രണ്ടുപേരും ഹൈറ്റും വെയിറ്റും ഒക്കെ ഏകദേശം ഓക്കെയാണ്. പക്ഷെ ഫേസിൽ അവർ മുഖച്ചായ വ്യത്യാസമുണ്ട്. നമുക്ക് ക്ലോസ് ആയിട്ടുള്ളവർക്ക് മാത്രമേ പെട്ടെന്ന് ഇത് മുല്ല അത് റോസ് എന്ന് മനസ്സിലാവുള്ളൂ. ഹലോ, ഇവിടെ കുട്ടപ്പനായിട്ടിരിക്കണം, ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടേ? എന്നാ വാ മോളിക്ക്. ഓഹോ, പെങ്ങള് കുട്ടിയുടെ എവിടെ നിന്റെ ക്യൂട്ട് ലിറ്റിൽ സിസ്റ്റർ? ഓക്കെ, ഇങ്ങനത്തെ എന്തെങ്കിലും എടുക്കാൻ ഒരുങ്ങിയാ പിന്നെ സമയം പോണറിയില്ല. അത് എന്നിട്ട് കിട്ടുമ്പത്തേനും. നിങ്ങൾ മറ്റു ഡാൻസ് കളിക്കോ? അതെന്ത് കേട്ടില്ലേ ഞാന് മുല്ല. ഇന്ന് മാമി ഇവിടെയുള്ള കിടക്ക. ഓ, എവിടെയായിരുന്നു? കുട്ടികളൊരു ഫോട്ടോ എടുത്തു തരുമോ? ബോയ്സ്. അയ്യോ അയ്യോ, അതെ. ഇവിടെ നിന്റെ റൂമിൽ സ്ഥലം ഉണ്ടോ? നിന്റെ റൂമിൽ കേക്ക് കൊണ്ടുവയ്ക്കട്ടെ. നിന്ന അത് മിസുക്ക് മാച്ചിട്ട് ഗൈസ് നോക്കിയാ. മിസു കേക്ക് ലിലിക്ക് കൊടുത്തോളം, മടിക്ക് കൊടുക്കേ. ഓറഞ്ച് പീച്ച് കേക്ക് വേണമെന്നില്ല, ഇവര് കേറുമ്പോ അത് ഡാമേജ് ആവും. നിങ്ങളെ അല്ലോ അവിടെ കറക്കി വീഴ്ത്തുണ്ട്. കൂടി നിന്നാ വേഗാമ്മ മക്കൾ നിന്നാ. ഇതെന്താ നീ ഫാമിലി ശ്രീകൃഷ്ണ ഒരു ഫാമിലി, അടുത്ത ഫാമിലി. ഞങ്ങൾ താഴ്ത്തു പോയിട്ടുണ്ട് കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ അല്ലേ? കേക്ക് കട്ടിയാ പോവാം. കേക്ക് ഒന്ന് കട്ടിയാ 9 വയസ്സ് വെറുതെ ഇത് നമ്മളിപ്പോ വീടിന് നല്ലെന്നൊക്കെ പറയണേ. ഓക്കെ, അപ്പൊ നമ്മള് കേക്ക് കറി അപ്പൊ നമ്മളിതാ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാണ് അല്ലേ? നല്ല അടിപൊളി കേക്കൊക്കെ ഉണ്ട് രണ്ടുപേർക്കും. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി. ആ കാണിച്ചു കൊടുത്ത് ഇനി കാണിച്ചു കൊടുക്കാം.
തായോ ഫോട്ടോ കിട്ടിട്ട് കേക്ക് മുല്ല ഫോട്ടോ എടുക്കട്ടെ. എന്തൊക്കെ സാധനം ഓ നീയുണ്ടോ നീ യൂണിറ്റില്? ഈ യൂണിറ്റിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗാണ്. ഇതും പരിഗണിക്കണം. എടുത്തോ. കേക്ക് ചോറ് എന്താണ് ഗൈസ്? അതാ ചെറിയ പ്ലേറ്റ്. ഓക്കെ, ഇതാ കുട്ടികൾക്ക് കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. കൊണ്ടുകൊടുക്കാം. എടുത്തോ. അതിനുണ്ട് കുഞ്ഞുമോളെ ഗിഫ്റ്റ് അല്ലേ? ഇതൊക്കെ ഞാൻ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ വീഡിയോ എടുത്തിരുന്നു. ഷാജി സെറ്റില് ഇത് രണ്ടും കൂടി എടുക്കാൻ കഴിയുമോ? അത് പോയിരിക്കല്ലേ? അത് കുഞ്ഞുമോള് മേടിച്ച ഗിഫ്റ്റാ. മേലെ വെച്ച കറക്റ്റ് എങ്ങനെയാ നോക്കണ്ടേ? ഇത് സൈഡിനെ വെച്ചിട്ടോ. സോറി, ഇതിന്റെ ബർത്ത്ഡേ അതെടുത്തോ ബബിൾസിന്റെ ഇടയ്ക്കിടക്ക് ഹായ് ഹായ് ഈസോട്ടിന്റെ ഗിഫ്റ്റ് കണ്ടപ്പോ അപ്പൊ തന്നെ മമ്മ അടുത്ത പ്രാവശ്യം എനിക്ക് ഇങ്ങനത്തെ ബർത്ത്ഡേ അല്ലെങ്കിൽ ഞാൻ സൈക്കിളും അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഗിഫ്റ്റുകൾ വാങ്ങിച്ച ഓ എന്റെ കുട്ടിക്ക് സന്തോഷമായിട്ടോ. ഞാൻ അവിടെ കൊടുക്കണേ. ഞാൻ പ്രത്യേകിച്ച് ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. കാരണം കുഴപ്പമില്ല, കുട്ടികളുടെ ബർത്ത്ഡേക്ക് അങ്ങനെ ഗിഫ്റ്റ് അങ്ങനെ കൊടുക്കാറൊന്നുമില്ല. അവർക്കാണ് അപ്പഴേ ആരും ബർത്ത്ഡേക്കും അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാറില്ല. അപ്പൊ പിന്നെ മാത്രമേ വാങ്ങിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ? അതൊക്കെ ഒരുപോലത്തെ അണിഞ്ഞ റൂമിൽ കൊണ്ടുപോയി വെച്ചു. രണ്ടുപേരും കൊണ്ടുപോയി വെച്ചോ. വന്നിട്ട് ഓപ്പൺ ആക്കാട്ടോ. ഗൈസ് കഴിഞ്ഞു, ഫുഡൊക്കെ കഴിഞ്ഞ് പോവല്ലേ? മൈൻക്രാഫ്റ്റ് നിതക്ക് ജോലിയൊക്കെ കിട്ടി, ഫസ്റ്റ് സാലറി ഒക്കെ കിട്ടിയത് എന്നപ്പോ നിതന്റെ വക നല്ല ബർത്ത്ഡേ പാർട്ടി ഒക്കെ കഴിച്ചു അല്ലേ?
ഞങ്ങള് ഹാപ്പി ആയോ ഞങ്ങൾ എന്തായാലും ഹാപ്പി ആയി. ബർത്ത്ഡേകളൊന്നും പറയാൻ പാടില്ല. സോറി. ഓക്കെ അങ്ങനെ ബർത്ത്ഡേ ആഘോഷിച്ച് തിമിർത്തു എല്ലാം സന്തോഷമായി ബോബേട്ടന്. പിന്നെ ആൾക്ക് സാലറി ഫസ്റ്റ് കിട്ടിയതിന്റെ അതിന്റെ പരിപാടി സൈഡിൽ കൂടി കയറ്റി. അവിടെ ആ ഗ്യാപ്പിൽ ഞാൻ കഴിച്ചില്ല. മൊത്തത്തിൽ സന്തോഷം. ഞങ്ങൾ ഇതുപോലെ വീണ്ടും വീണ്ടും വരുന്നതാണ്. വരും പല പരിപാടികളും പല കോലത്തിലും പല രൂപത്തിൽ ഞങ്ങൾ വരും. അങ്ങനെയല്ല ബർത്ത്ഡേ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. ഇഷ്ടപ്പെട്ടോ? ആ ഇഷ്ടപ്പെട്ടാലേ സബ്സ്ക്രൈബ് ചെയ്യാം. ആ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൊടുക്കണം അല്ലേ. ഇതാരാണ് മുല്ലമുള. ഓക്കെ ടാറ്റാ ടാറ്റാ ബൈ ബൈ. ബൈ പറഞ്ഞ ബൈ ബൈ. ബൈ ബൈ.